വെൽക്കം ടു സല അപ്ഡേറ്റ് സ്റ്റോറി മങ്ക് സ്പെഷ്യൽ ഷോ ഓൺ ഇലക്ഷൻസ്. നമ്മൾ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അനാലിസിസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തി. കേരളം പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും നമ്മളൊരു എലക്ഷൻ ഫലത്തെ സൂക്ഷ്മമായി കാണുകയും ചെയ്യുന്നൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മുൻകാലത്തെ അപേക്ഷിച്ച് കുറേക്കൂടെ സൂക്ഷ്മമായ അവലോകനവും സൂക്ഷ്മമായ ശ്രദ്ധയും പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിന് ഇക്കുറി ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം 2021 ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുണ്ടായ വലിയ മത്സരത്തെക്കാൾ കൂടുതൽ രൂക്ഷമായ മത്സരം ഇത്തവണ പശ്ചിമ ബംഗാളിലുണ്ടായി. അതിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഘടകമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണം ഇത്തവണ ഉണ്ടായി. വെസ്റ്റ് ബംഗാളിൽ 90 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പീൽ നൽകിയ 27 ലക്ഷം പേരിൽ ആകെ 1400 പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ള ആകാംക്ഷ അവിടെയുണ്ട്. ആ ആകാംക്ഷ നിലനിൽക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്നോ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുമെന്നോ പ്രവചിക്കുന്നു. ചില എക്സിറ്റ് പോളുകൾ TMC അധികാരം നിലനിർത്തും, തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അധികാരം നിലനിർത്തും എന്ന് പ്രവചിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെക്കുറിച്ചും എക്സിറ്റ് പോൾ ഫലത്തിന് ശേഷമുള്ള വിലയിരുത്തലുകളും നടത്തുന്നത്. നമുക്കൊപ്പം ടെലിഗ്രാഫിൻ്റെ മുൻ എഡിറ്റർ R രാജഗോപാലുണ്ട്. ഒപ്പം സ്റ്റോറി മങ്കിൻ്റെ ഫൗണ്ടിംഗ് എഡിറ്ററുള്ള ഒരാളായ MP ബഷീറും റിസാല അപ്ഡേറ്റിൻ്റെ എഡിറ്റർ K സുനിൽകുമാറുമുണ്ട്. ഞാൻ ആദ്യം രാജഗോപാലിലേക്ക് പോകുന്നു. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും വലിയ പരാജയമാകുകയും ചെയ്ത് നമ്മുടെ മുമ്പിലുണ്ട്. 2021 216 സീറ്റ് നേടിക്കൊണ്ട് TMC മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. TMCക്ക് 215 സീറ്റും ഒരു സീറ്റ് സഖ്യകക്ഷിക്കും. വലിയ ഭൂരിപക്ഷത്തോടെ അവർ അധികാരത്തിൽ വരുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ വീണ്ടും ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നു. ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? രാജീവ് ചോദിച്ചതിൽ തന്നെ എക്സിറ്റ് പോൾസ് 2021 അങ്ങനെ ആയിരുന്നു. പിന്നെ 2024 പറഞ്ഞില്ല, 24 നമ്മൾ കണക്ക് കൂട്ടണം. അപ്പൊ നമുക്ക് ഒരിക്കൽ അബദ്ധം പറ്റാം, 2 തവണ അബദ്ധം പറ്റാം, പലതവണ അബദ്ധം പറ്റിയാല് ഒരു മാധ്യമപ്രവർത്തനം അല്ല, ഞാൻ മറ്റു മാധ്യമപ്രവർത്തനം ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അപഹാസ്യമായ ഒരു പരിപാടിയാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എക്സിറ്റ് പോൾ കണ്ടിട്ടില്ല, കാണാറില്ല. പലരും പറഞ്ഞു കേട്ടു BJP ആണ്. അപ്പൊ എക്സിറ്റ് പോൾ അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം, നമ്മൾ ഈ മറ്റ് ഇലക്ഷൻ പോലെ ഇപ്പൊ കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലും നടന്ന ഇലക്ഷനെ പോലെ ബംഗാളിലെ ഇലക്ഷനെ അപകീർത്തിക്കുകയാണെങ്കിൽ അത് തന്നെ ഐ തിങ്ക് ഇറ്റ് ഇസ് എ മോക്കറി ഓഫ് ഡെമോക്രസി. ഞാൻ അതിനകത്ത് ഒരു തെറ്റും കൂടെ വരുത്തുന്നു. BJPയും തൃണമൂലുമായിട്ടല്ല മത്സരം നടന്നിട്ടുള്ളത്. ഇത്തവണ മത്സരം നടന്നത് ഇന്ത്യൻ സ്റ്റേറ്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് തൃണമൂലാണ്. BJP എന്ന് പറയുന്ന ഒരു വളരെ സൈഡ് പ്ലെയർ മാത്രമാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ചിലപ്പോൾ അവരായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സിറ്റ് പോൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ടും പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും BJP ജയിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് നമുക്ക് ഇവിടെ. നമ്മുടെ ഈ എനിക്കൊന്നും ബംഗാളിലെ വോട്ടർമാർ ഭ്രാന്തന്മാരോ വട്ടന്മാരോ എന്തോണം. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, അപ്പൊ ഉദാഹരണത്തിന് SIR കൊണ്ട് ഞാൻ 90 ലക്ഷത്തിൽ 27 ലക്ഷമാണ് പറയുന്നത്. 27 ലക്ഷം പേര് അവർക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട് എന്ന് ഡോക്യുമെന്റ് സഹിതം അവർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫിഗർ ഉണ്ട്. അപ്പൊ 27 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം കാമറൂൺ എന്ന് പറഞ്ഞ ഒരു നേഷനിൽ അത്രയും വലിപ്പമുള്ള ഒരു ഇതാണ്. അവിടുന്ന് 27 ലക്ഷം വരെ പുറത്താക്കി. അതിനുശേഷം സെൻട്രൽ ഫോഴ്സസ് 2 ലക്ഷത്തിൽ ഓവർ 2 ലാഖ് സെൻട്രൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാല് 2024ലെയും 2021ലെയും ഇലക്ഷനെക്കാട്ടി 3 മടങ്ങ് 3 ഇരട്ടി അധികം. അതിനുവേണ്ടി എന്തുമാത്രം വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഫോഴ്സിനെ കൊണ്ടുവരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പൊ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ 5 സംസ്ഥാനങ്ങളിലെയും നടന്ന ഒഫീഷ്യൽ ട്രാൻസ്ഫേഴ്സിൽ 95%, ആലോചിച്ച് നോക്കൂ, 95% ബംഗാളിൽ മാത്രമാണ് ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ടേക്ക് ഓവർ ആയിട്ട് ഒരു ഇലക്ഷൻ. പിന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒബ്സർവേഴ്സ്, മൈക്രോ ഒബ്സർവേഴ്സ് 8000-ലധികം. മറ്റൊരു സ്റ്റേറ്റിലും അതുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ അപഗ്രഥിച്ച് ഇതിനെക്കുറിച്ച് സാങ്ക്ടിഫൈ ചെയ്ത കാര്യമുണ്ടോ, വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് വളരെ തൊട്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത്തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഇലക്ഷൻ അനാലിസിസിലും റിസൾട്ട് അനാലിസിസിലും ഞാൻ പങ്കെടുക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ 27 ലക്ഷം പേർക്ക് എന്ത് സംഭവിക്കും ഇലക്ഷന് ശേഷം? ഈ 27 ലക്ഷം പേർക്ക് എന്ത് സംഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ആരെങ്കിലും ചർച്ച കേട്ടുണ്ടോ?
കേരളത്തിൽ ഒരു ഇടതുപക്ഷ നേതാവെങ്കിലും, എനിക്ക് തോന്നുന്നു CP ജോണും ബേബി സഖാവും അല്ലാതെ കേരളത്തിൽ ഒരൊറ്റ ഇടതുപക്ഷ കോൺഗ്രസ് നേതാവോ ബംഗാളിൽ വന്ന് ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. ബംഗാൾ എന്ത് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രമല്ലേ? ഈ 27 പേർക്ക് എന്ത് സംഭവിക്കുന്നുള്ളൊരു ഞാൻ 27 ലക്ഷം പേർക്ക്, ഞാൻ രാജീവ് പറഞ്ഞു 1400, എനിക്ക് അതെ എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് 1400 പേര് 1444 പേര് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 265 പേര്. അങ്ങനെ അതേ റേറ്റിലാണ് 27 ലക്ഷം പേര് ചെയ്തെങ്കിൽ ഏകദേശം 30 വർഷത്തിനും എടുക്കൂല. ഇത് എന്ത് അപഹാസ്യമാണിത്? 30 വർഷം എന്ന് പറഞ്ഞാൽ എനിക്കെന്നാ 85 എന്റെ പേര് SIR വെട്ടിയതാണ്. അപ്പൊ ഞാൻ ടെക്നിക്കലി ഒരു മനുഷ്യന് 30 വർഷം ഇത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ ഏത് ഡെമോക്രാറ്റിക് തിയറി അനുസരിച്ച് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് ഇതിങ്ങനെ അപഗ്രഥിച്ച് നമ്മളിനെ സാങ്ക്ടിഫൈ ചെയ്യാൻ പാടില്ല. ഞാനതിൽ പങ്കെടുക്കുന്ന SIR-നെ കുറിച്ച് മാത്രം സംസാരിക്കും, മറ്റൊരു കാര്യത്തിലും എനിക്ക് താല്പര്യവുമില്ല. കാര്യം ഇത് ഇപ്പൊ BJP തോറ്റു, തൃണമൂൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും ഞാൻ ഈ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. കാര്യം എന്നെ പോലുള്ള 27 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല. വൈ ഷുഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്? ഇതാണ് എന്റെ ചോദ്യം. ഞാനതിൽ ഈ 27 ലക്ഷം പേരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ, ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ വായിക്കുമ്പോൾ അതിൽ ഈ ബോർഡർ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾ ഈ 27 ലക്ഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. സുപ്രീം കോടതി നിയോഗിച്ച ട്രിബ്യൂണലുകളിൽ ഇവർക്ക് അപ്പീൽ നൽകാനുള്ള അവസരം കൊടുത്തു. ആ അപ്പീൽ സമയബന്ധിതമായിട്ട് തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ആകെ ആ അപ്പീൽ കൊടുത്തതിൽ ആകെ 1404 പേർ മാത്രമാണ് വോട്ട് ചെയ്യാൻ സാഹചര്യമുണ്ടായത്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഡിസിസീവായ വിധത്തിൽ ഇലക്ഷനിയറിങ്ങിനെ ബാധിക്കുമോ? ഈ 2021 ഇലക്ഷൻ ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ മാർജിനൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങൾ അതിനെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഒരു രീതിയിലാണോ ഈ 27 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ടോ? ഉണ്ട്. നമ്മൾ 27 ലക്ഷം പേര് മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 45ഓളം സീറ്റുകളിൽ ഈ ഡിലീറ്റഡ് വോട്ടേഴ്സിന്റെ നമ്പർ കഴിഞ്ഞ തവണത്തെ നിയറസ്റ്റ് വിക്ടറി മാർജിനുമായിട്ട് കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. എന്ന് മാത്രമല്ല, ഇത് 45 സീറ്റിൽ ഞാൻ പറഞ്ഞുതരാം. വേറൊരു പ്രത്യേകത ഉള്ളത്, പല സീറ്റുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 BJP ജയിച്ച 77 സീറ്റിൽ പല സീറ്റുകളിലും അവരുടെ മാർജിൻ വളരെ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണം നന്ദിഗ്രാമില് ശുഭേന്ദു അധികാരി എന്ന് പറയുന്ന വ്യക്തി മമതാ ബാനർജിയെ തോൽപ്പിച്ച സീറ്റാണ്. അവിടെ അദ്ദേഹം വിജയിച്ചത് എനിക്ക് തോന്നുന്നു ഏകദേശം 2000 താഴെ വോട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ. എന്നാൽ ഇത്തവണ അവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന 14,000 വോട്ടാണ്. അതുപോലെ ഭവാനിപൂർ എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ ട്രഡീഷണൽ മമതാ ബാനർജി സീറ്റാണ്. ഇത്തവണ ശുഭേന്ദു അധികാരി മമതാ ബാനർജി അവിടെ ഒരുപാട് നോൺ ബംഗാളി പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം കൂടെയാണ്. ഗുജറാത്തിൽ നിന്ന് ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എനിക്ക് അവിടെ ഏകദേശം അവിടെയും ഇതുപോലെ വളരെയധികം നമ്പർ മറന്നുപോയി, അവിടെയും വളരെയധികം വോട്ടേഴ്സ് ഡിലീറ്റ് ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അജി പറഞ്ഞ വേറൊരു കാര്യം, പലരും പുറത്ത് പറയും, നമ്മൾ എല്ലാവരും 90 ലക്ഷം ആയിട്ടാണ് ടോട്ടൽ ഡിലീറ്റ് എടുത്തിട്ട് അവർ പറയുന്നത്. അതിനകത്ത് 60% ഹിന്ദുക്കളല്ലേ, അപ്പൊ പിന്നെ ഈ മുസ്ലിങ്ങളെ നോട്ടമിട്ട് പിരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാര്യം ഈ 90 ലക്ഷത്തിനകത്ത് ഏകദേശം 60 ലക്ഷത്തോളം ഡ്രാഫ്റ്റ് റോൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയവര്, ഇവിടെ താമസമല്ലാത്തവര്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്, ഇങ്ങനെയുള്ളവർ, അതിലാണ് 60 ലക്ഷം പേര്. ഇതിൽ തീർച്ചയായിട്ടും നാച്ചുറലി പോപ്പുലേഷന്റെ റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ ഹിന്ദുക്കൾ തന്നെയാണ് കൂടുതൽ. എന്നാൽ ഈ അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നൊരു പ്രത്യേക വിഭാഗം, ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ്, സ്പെല്ലിംഗ് ചേരുന്നില്ല, ഒരു കുടുംബത്തിൽ 4-ലധികം ഒരു വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ മാപ്പിംഗ് ബാക്കിയുള്ളവരുടെ 4 കഴിഞ്ഞുള്ളവരുടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഈ 27 ലക്ഷം പേരിൽ ഏകദേശം 65% മുസ്ലിങ്ങളാണ്. അപ്പൊ അതാണ് പറയുന്നത്, മുസ്ലിങ്ങൾ ഇത് മനഃപൂർവ്വം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഡേറ്റ പലപ്പോഴും നമ്മൾ ഓവറോളായിട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരു ഫുൾ സ്റ്റോറി പുറത്തു വരണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വളരെ അഭ്യസ്തവിദ്യരായ പലരും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു പറയാൻ പറ്റും. കാര്യം 60% മൊത്തമായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും 60% ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷെ ഈ അണ്ടർ എഡ്യൂക്കേഷൻ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ ഏതോ ഒരു ആൽഗോരിതം ഉപയോഗിച്ച് അവർ ചെയ്തിരിക്കുന്നത്. ആ 27 ലക്ഷം ഈ അപ്പീൽ കൊടുത്തിട്ട് 27 ലക്ഷം നോക്കുമ്പോൾ അതിനകത്തുള്ള ഏകദേശം 65% മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 45 സീറ്റ് എന്നുള്ള കണക്കുള്ളത് മാർജിനെക്കാട്ടി ഡിലീറ്റ് കൂടുതലാണ്. പക്ഷേ വേറെ പല സ്ഥലങ്ങളിലും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 60-70 സീറ്റിനകത്ത് വേണമെങ്കിൽ റിസൾട്ട് മാറി വരാവുന്നതാണ്. റൈറ്റ്. ഈ
ഡിസ്ക്രിപ്പൻസിയുടെ കാര്യം പറയുമ്പോൾ ബംഗാളിലല്ലെങ്കിൽ പോലും ഇവിടെയും ഈ ഡിസ്ക്രിപ്പൻസിയുടെ ഇരയായി ഇരുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ അതിനെ മറികടക്കാൻ പാകത്തിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ബംഗാളിലും ഈ SIR പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്താനും ഈ SIRൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ TMCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തെരുവുകളിൽ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് തൃണമൂൽ വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ മുൻനിരയിൽ മമതാ ബാനർജി ഉണ്ടായിരുന്നു. മമതാ ബാനർജി ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി SIRനെ ചലഞ്ച് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു പക്ഷേ TMCയുടെ മാത്രം നേതൃത്വത്തിലായിരിക്കും. മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ ലെഫ്റ്റോ കോൺഗ്രസോ അത്രമാത്രം ശക്തമല്ലാത്തതുകൊണ്ട് നമുക്കത് പുറമേക്ക് കേട്ടിട്ടില്ല എന്ന് വരാം. പക്ഷേ TMC അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഈ ഇലക്ഷനീറിങ്ങിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ ഇമ്പാക്ട് അതുകൊണ്ടാണ് പലരും ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ കുറിച്ചുള്ള പോലുള്ളവർ പറയുന്നത് ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അത് വളരെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കേണ്ടതാണ്. തൃണമൂൽ മാത്രമല്ല മറ്റ് ഇടതുപക്ഷവും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് താരതമ്യേന കുറവായതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പൊ കൽക്കട്ട ദിനത്തിൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ഡെസ്കുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ തുറന്നിരുന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ യോഗേന്ദ്രനെ പോലുള്ള പറയുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യം വന്നപ്പോൾ 60 ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഞാൻ പറഞ്ഞ ഡ്രാഫ്റ്റ് സ്റ്റേജിലുള്ള ആ സ്റ്റേജിലുള്ളവർ മിക്കവാറും കഴിഞ്ഞ ഇലക്ഷന് വോട്ട് അവർ ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഒന്നും ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയവരായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരല്ല, അല്ലെങ്കിൽ 2 സ്റ്റേറ്റിൽ വോട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പം അത് നമുക്ക് ജസ്റ്റിഫൈ. അപ്പം ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചതെന്ന് വളരെ വളരെ കുറവായിരുന്നു കൊണ്ടാണ് രണ്ടാമത് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം ഉപയോഗിക്കുകയും ഒരു അൽഗോരിതം വെച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു വീട്ടിൽ 4 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അവരുടെ അച്ഛനുമായിട്ട് മാപ്പിംഗ് നമ്മൾ ലിങ്ക് ചെയ്യില്ല, 2002 ഇതായിട്ട് പേര് ലിങ്ക് ചെയ്യുമ്പോൾ ഈ 4 പേരോ 5 പേരോ കഴിഞ്ഞാൽ പിന്നെ അത് ഇതെല്ലാം ഈ സോഴ്സസ് പറയുന്ന വിവരങ്ങളാണ്. ഇതാരും ഒഫീഷ്യലായിട്ട്, അത് ഏറ്റവും ഒപ്പേക്കായ രീതിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി ഏറ്റവും ഒപ്പേക്കായിട്ട് ഒട്ടും തന്നെ ഇതില്ലാതെ നടത്തിയ ഒരു ഇലക്ഷനാണ് ഇത്. നമുക്ക് ട്രാൻസ്പെറൻസി ഇല്ലാതെ നടത്തിയത് നമുക്കറിയില്ല. പലരും പറയുന്ന അതൊരു അൽഗോരിതമാണ്. 4 5 4 കൂടുതലുണ്ടെങ്കിൽ അവരെ അത് നമ്മുടെ ഇവിടെ ഉള്ളൊരു ഒരു വേറൊരു മിത്ത് ക്രിയേറ്റിംഗ് ഇതാണല്ലോ. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു ന്യൂനപക്ഷ കുടുംബമായിരിക്കുമെന്നും അതൊരു നറേറ്റീവ് ഈ അമാരപ്പാഞ്ച് പച്ചാസ് എന്നൊക്കെ പറഞ്ഞ പല വലിയ നേതാക്കൾ തന്നെ ഒരു നറേറ്റീവ് വളരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചവര് ഇങ്ങനെയുള്ളവരെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് എന്നാണ് വളരെ വലിയ സംശയം. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിൽ വളരെ സമാധാനപരമായിട്ട് നിയമപരമായിട്ട് എങ്ങനെ ഇതിനെ നേരിടാമെന്ന് തൃണമൂൽ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ അവരുടെ ആ ഒരു ഒറിജിനൽ ഡിസൈൻ ഡിഫീറ്റായി എന്ന സംശയം. അതുകൊണ്ടാണ് രണ്ടാമത് ഒരിടത്തുമില്ലാത്ത രീതിയിൽ കർശനമായ രീതിയിൽ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വരികയും എന്ന് മാത്രമല്ല അവരത് അപ്പീൽ അവർ ഈ 27 ലക്ഷം ഏകദേശം 34 ലക്ഷം പേര് അപ്പീൽ, അതായത് 34 ലക്ഷം അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തും ഇത് ഈ SIRന്റെ മറ്റൊരു വളരെ അപകടകരമായ ഒരു ഇത്. കാര്യം പലരും ചോദിക്കുന്നത് 27 ലക്ഷം പേര് ഡിലീറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് 34 ലക്ഷം പരാതി അപ്പീൽ പോയിരിക്കുന്നത്. അതൊരു വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ 27 ലക്ഷം കഴിഞ്ഞുള്ള ബാക്കി 34, അതായത് ഏകദേശം 7 ലക്ഷത്തോളം പേര് അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്തോ വല്ലോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് എന്റെ നെയ്ബർ ഇങ്ങനെ അയാളുടെ ലിസ്റ്റ്, കാര്യം എല്ലാവർക്കും ലിസ്റ്റ് കാണാമല്ലോ, നമുക്ക് ആ ലിസ്റ്റിലുണ്ട്, അപ്പൊ അത് ശരിയല്ല, അയാള് വ്യാജ വോട്ടറാണ്, അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. അപ്പൊ ആലോചിച്ചു 7 ലക്ഷം പേര് നമ്മുടെ നാട്ടിലെ തന്നെ അടുത്ത് നമ്മുടെ കൂടെ സമൂഹത്തിൽ താമസിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുക. അപ്പൊ എന്തുമാത്രം ഡിവൈസീവായിട്ട് എന്തുമാത്രം അപകടം പിടിച്ച ഒരു സംഭവമാണെന്ന് ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഈ 34 ലക്ഷം എന്നുള്ള നമ്പർ വന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല ഈ 34 ലക്ഷം പെൻഡിങ് അപ്പീൽസ് പെൻഡിങ് ആണ്. പെൻഡിങ് ആയിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് നിയമത്തിന്റെ കീഴിൽ ഇത് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സംഭവം പെൻഡിങ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഈ SIR പ്രോസസ്സ് ഈ ഇലക്ഷൻ റിസൾട്ടിനെ ഒരു ഡിസിസീവായ രീതിയിൽ ബാധിക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടർമാർ 27 ലക്ഷത്തിൽ ഏതാണ്ട് 60% മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം
ഇപ്പോൾ ഹുമയൂൺ കബീറിൻ്റെയൊക്കെ പാർട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വേറൊരു മൂവ്മെൻറ്റ് കൂടെ ഉണ്ടല്ലോ, ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒപ്പം ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടും അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ ഓപ്പറേഷൻ, അതായത് ഇതൊരു ഫുൾ പ്രൂഫ് ഓപ്പറേഷനാണ് ഇത്തവണ ബംഗാൾ പിടിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ BJP നടത്തിയത് എന്ന് വേണമോ നമ്മൾ കരുതാൻ? ഇതിനകത്ത് ഇപ്പം നമ്മളൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് 2021 പൊളിറ്റിക്കൽ ഫൈറ്റ് ഇതിനെക്കാട്ടി വളരെ എന്താ പറയണ്ടത്, വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള, അതായത് കൂടുതൽ മൂർച്ചയുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് തീർച്ചയായിട്ടും 2021 തന്നെ, ഇപ്പോഴല്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ സെൻട്രൽ ഫോഴ്സസിനും എല്ലാം കൂടെ ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇത് SIR വോട്ടിംഗ് എന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൻ്റെ ഇത് റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അതാണ് സത്യം. ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ വിചാരവും. നമ്മളെല്ലാം ഈ ഫിഗേഴ്സ് ഒരിക്കലും നമ്മൾ അരിത്മെറ്റിക്സ് പോലെ അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ആരാണ് പതിവായിട്ട് വോട്ട് ചെയ്യുന്നവർ, ഈ വോട്ടിൽ ആരൊക്കെയാണ് പതിവായിട്ട് വോട്ട് ചെയ്യാത്തവർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻക്ലൂഡിങ് എക്സിറ്റ് പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്ന മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇവരൊരു നരേറ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോകുന്നു, അതായത് ബംഗാളിൽ എന്തോ ഭയങ്കരമായ സംഭവിക്കാൻ പോകുന്ന ഒരു നരേറ്റീവ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഈ SIR വന്നു, സെൻട്രൽ ഫോഴ്സ് വന്നു, മറ്റൊന്ന് മറിച്ച് വന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒരു തമിഴ്നാടിൽ നിന്നൊരു ഗവർണറെ കൊണ്ടുവരുന്നു, എക്സിറ്റ് പോളിങ്ങിനെ പറയുന്നു. പിന്നെ വിമൻസ് ബില്ല്, അത് ഒരു ആവശ്യമില്ലാതെ വിമൻസ് ബില്ല് കൊണ്ടുവന്നത് ബംഗാളിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്തെങ്കിലും റിസൾട്ടിന് ആ ഒരു അട്ടിമറി വിജയം ഉണ്ടാകണമെങ്കിൽ അത് പറയാം, അത് വനിതകളെല്ലാം വനിതാ ബില്ലിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് വനിതകളെല്ലാം മമതാ ബാനർജിക്ക് തിരിഞ്ഞു. അപ്പോൾ ഒരു നറേറ്റീവ് സെറ്റിംഗ് ആണ് ഇതുവരെ നടന്നത്. ഇന്ന് മറ്റന്നാളേക്ക് എന്താണ് നടക്കുക, നാളെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു അട്ടിമറി വിജയം ഉണ്ടായാലും അത് ഒരിക്കലും ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ഒരു രീതിയിലാണ് ഇത് നടന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്, ഈ BJP ഇത് ബംഗാളിനെ ബീഹാർ അല്ല, ബംഗാളാണ് ശരിക്കും ഒരു ലാബായിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. കാര്യം ഇവർക്ക് ഇനി ഈ കാര്യം ഏത് സ്റ്റേറ്റിലും ചെയ്യാമല്ലോ. ഇതുപോലെ 2 ലക്ഷത്തിലധികം സെൻട്രൽ ഫോഴ്സിനെ കൊണ്ട് ഫ്ലഡ് ചെയ്യിക്കുക, SIR പോലൊരു സംഭവം അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിലെല്ലാം ഇത് ചെയ്യാം. വീണ്ടും വീണ്ടും തോന്നും പോലെ ചെയ്യുകയും അതിനെതിരെ യാതൊരു ഒരു രീതിയിലുള്ള ഒരു യുണൈറ്റഡ് ഒരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കുകയും നിയമപരമായ രീതിയിലും സമാധാനപരമായ രീതിയിലും തൃണമൂലിനെ നേരിട്ടപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി വേറൊരു പരിപാടി കൊണ്ടുവരികയും. അപ്പം ഞാൻ പറയുന്നത്, ഈ ഇറസ്പെക്റ്റീവ് റിഗാർഡ്ലെസ് ഓഫ് ദ ഇലക്ഷൻ റിസൾട്ട്, ഓൾറെഡി ഇന്ത്യൻ ഡെമോക്രസി ഹാസ് ഫെയിൽഡ് മിസറബിളി എന്നാണ്. കാര്യം എൻ്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ പറയുന്ന വലിയ ഇന്ത്യൻ സ്റ്റേറ്റിന് എന്നെ പോലുള്ള 27 ലക്ഷം പേരുടെ വോട്ട് ചെയ്യാന്നുള്ള റൈറ്റ്. കാര്യം ഈ ഇലക്ഷന് ഞാൻ പുറത്തു നിൽക്കുകയാണ്, ഞാൻ പുറത്ത് നിന്ന് കളി കാണുന്ന ഒരാൾക്ക് കമന്റ് ചെയ്യാൻ അധികാരം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ 27 ലക്ഷം പേരെ ഒരു ആഘോഷത്തിലായിട്ട് ഒന്നും ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു നോർമലൈസ് ചെയ്ത് എക്സിറ്റ് പോളിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും, മമതാ ബാനർജി ആന്റി ഇൻകംബൻസി ഉണ്ടോ, മറ്റേ ഇൻകംബൻസി ഉണ്ടോ, ഏത് സ്കീമാണ്, ലക്ഷ്മി ഭണ്ഡാരാണോ വിജയിച്ചത്, അതൊന്ന് അവരുടെ നരേന്ദ്രമോദി കൊണ്ടുവന്ന 3000 രൂപയാണ് വിജയിച്ചത്, ഇതായിരിക്കും ചർച്ച. ഇലക്ഷൻ നാളത്തെ റിസൾട്ട് വരുമ്പം ഈ പോസ്റ്റ് ഫാക്ടോ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സിന് ഇതുണ്ടല്ലോ, ഈ മോർണിംഗ് ആഫ്റ്റർ വിസ്ഡം എന്ന് പറയും. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓരോ വിസ്ഡം കൊണ്ടുവന്ന് ഇലക്ഷൻ റിസൾട്ടിനെ കഴിയുന്നത്ര ന്യായീകരിക്കുക എന്നുള്ളൊരു നാടകം കൂടെ നടക്കും. അപ്പം ഞാൻ ഇതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല. ഞാൻ ഇതെല്ലാം മാറി നിൽക്കുകയാണ്. കാര്യം എനിക്കൊരു റോളില്ല ഈ ഇലക്ഷനിൽ. അപ്പം ഞാൻ എന്ത് പറയുക, ഇപ്പോൾ ഒരു വിദേശി വന്ന് ഇവിടെ വന്ന ഇലക്ഷൻ പറഞ്ഞാൽ അവനെ പുറത്താക്കാനുള്ള പരിപാടി, എന്നെ ഡിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാള് കേരളത്തിൽ പോലും ഒരു വിരൽ പോലും അനുകൂല, അവനത് അവൻ അറിയിച്ചു, ആവശ്യമില്ലാതെ വാചോടിച്ചു, അവനെ മിണ്ടായിരുന്നുണ്ടായിരുന്നു, അവൻ പുറത്ത് അവനെ എടുത്ത് കളയേണ്ട ആവശ്യമാണ് എന്നേ പറയുള്ളൂ. റൈറ്റ്. ഈവൻ ജുഡീഷ്യറി പോലും ഇക്കാര്യത്തിലൊരു നീതിപൂർവമായ നിലപാടെടുത്തില്ല എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ട്രൈബ്യൂണൽ രൂപീകരിച്ചു, പക്ഷേ ഈ പരാതി മുഴുവൻ പരിഹരിച്ചിട്ട് വേണം ഇലക്ഷൻ നടത്താൻ. ഒരു പൗരൻ്റെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാനുള്ള ഏറ്റവും അവസാനത്തെ പൗരന് വരെ അത് പ്രയോഗിക്കാനുള്ള അവസരമുണ്ടാകണം എന്ന മട്ടിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ ജുഡീഷ്യറി പോലും തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു ബംഗാളിൻ്റെ കാര്യത്തിൽ. എന്തായാലും വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഞാൻ മറ്റ് ആളുകളിലേക്ക് പോകാം. ബഷീർ, ഇപ്പോൾ രാജഗോപാൽ പറഞ്ഞത് നമ്മളിവിടെ നിന്ന് മുഴുവൻ കേട്ടു. ഒരു ജനാധിപത്യ പ്രക്രിയ ഏത് വിധത്തിലാണ് അട്ടിമറിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളായിട്ട് ഒരുപക്ഷെ ബംഗാൾ നമുക്ക് കാണേണ്ടി വരും. കാരണം ആ ജനതയിൽ 27 ലക്ഷം പേർ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നു.
ആ അപേക്ഷ അവിടെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഇലക്ഷൻ നടത്തുന്നു, അതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കാണുന്ന വിധത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് അപ്പുറത്ത് വേറൊരു ഫൈറ്റ് അവിടെ പ്രാക്ടിക്കലി നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിരിക്കും നമ്മൾ ഒരുപക്ഷെ കാണേണ്ടി വരിക, അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരിക. തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, എൻജിനീയർ ചെയ്തെടുത്ത ഒരു റിസൾട്ട് വന്നതിന് ശേഷം അതിനെ ന്യായീകരിക്കാനുള്ള കളമൊരുക്കുന്ന പോലെയുള്ള പശ്ചാത്തലം ഉണ്ടാക്കുക. ഈ റിസൾട്ട് ഇത്രയും വലിയ റിസൾട്ട്, വലിയ മാറ്റത്തോടു കൂടി മാത്രമേ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റൂ. 77 സീറ്റാണ് 2021 അവർക്ക് കിട്ടിയത്. ഉണ്ടായിരുന്നത്. 2011 4% മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി അതിന് 2016 ആകുമ്പോഴേക്കും അത് 10% മേലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം 37% കൊണ്ടുവരുന്നു. ആ വിധത്തിൽ അവിടെ സീറ്റ് കൂടി വന്നു. പക്ഷേ കഴിഞ്ഞ 15 വർഷത്തിനിടയിലാണ് 0-യിൽ നിന്ന് ബി ജെ പി അധികാരം പിടിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അത്തരമൊരു അധികാരലബ്ധി ഇങ്ങനെ ഈ എൻജിനീയർ ചെയ്തെടുത്തൊരു വഴിയിലൂടെ സാധ്യമാവുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നതാണ് സംഭവിക്കുന്നത് എന്നാണ് കൽക്കത്തയിൽ ദീർഘകാലം ഇരിക്കുകയും ആ അന്തരീക്ഷത്തെ മുഴുവൻ മനസ്സിലാക്കുകയും ചെയ്ത രാജഗോപാൽ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ എക്സിറ്റ് പോൾ, പ്രഖ്യാപിക്കപ്പെട്ട എക്സിറ്റ് പോളുകൾ സത്യമായി വരികയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാവുന്ന പശ്ചാത്തല ഡാറ്റയായിരിക്കും പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇതിനെയെല്ലാം മറിക്കുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ബംഗാളിലെ ഒരു രാഷ്ട്രീയ പ്രക്രിയ നമ്മൾ കഴിഞ്ഞ 15 വർഷത്തേതെടുത്താൽ, പ്രത്യേകിച്ചും തൃണമൂൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ ഒന്നാം സർക്കാരിനെതിരെ ഇല്ല, രണ്ടാം സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വോട്ടും സീറ്റും കൂട്ടി വരികയാണ് ചെയ്തത്. അപ്പോൾ അതിനേക്കാൾ വലിയ ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ഇത്തവണ നടത്തിയത്. മറ്റൊരു വഴിയിലും യഥാർത്ഥത്തിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്ന് ഗ്രൗണ്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ പ്രശ്നങ്ങൾ അത് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു തരത്തിലും വിധി എഴുതാവുന്ന കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് അതായിരിക്കും. അതായത് സുനിൽ, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മുന്നേറ്റം ബംഗാളിലുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾക്ക് വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു, അത് വോട്ടായി മാറുന്നു, ബി ജെ പിക്ക് പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ കിട്ടുന്നു. അതിൻ്റെ പുറത്താണ് 2021 ബംഗാൾ പിടിക്കാൻ എന്നുള്ള മട്ടിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും അമിത്ഷായുടെ നേതൃത്വത്തിലും വലിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ രാജഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അളവിലല്ലെങ്കിലും സെൻട്രൽ ഏജൻസികളെ അന്ന് വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ വേട്ടയാടുന്നു, അവിടുത്തെ പോലീസിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു, ചീഫ് സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഉദ്യോഗസ്ഥരെ മാറ്റുന്നു, ഇങ്ങനെ പല ഡ്രാമകൾ അന്ന് അക്കാലത്ത് കണ്ടു. ഒരു പക്ഷേ അത് ബംഗാൾ പിടിക്കും എന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷേ ഭയങ്കര ഗംഭീരമായൊരു തിരിച്ചുവരവ് മമതാ ബാനർജി നടത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തെരുവിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആ വിജയം തിരിച്ചു പിടിക്കുന്നത്. അത്ര ഫിയേഴ്സ് ആയിട്ടുള്ളൊരു ഫൈറ്റാണ് അവർ നടത്തുന്നത്. അങ്ങനത്തെ ഒരു ഫൈറ്റർ ഇപ്പോഴും, ആ ഫൈറ്റർ അവിടെ ഉണ്ട്, ആ ഫൈറ്റർ ഇപ്പോഴും തെരുവിലുണ്ട് എന്നുള്ള കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരാളെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ കഴിയുമോ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്? നേരത്തെ ഈ രാജഗോപാൽ പറഞ്ഞതുപോലെ ഇത് നമ്മളൊരു സാധാരണ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അകത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്കിതിനെ വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് അല്ല ഈ നമുക്ക് ഇത്ര മനസ്സിലാകുന്നിടത്തോളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വലിയ അട്ടിമറി ശ്രമമാണ്. ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചന വളരെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. അത് ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബി ജെ പി എന്ന പാർട്ടി ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന വളരെ നിഷ്പക്ഷവും സ്വതന്ത്രവുമാകേണ്ടിയിരുന്ന ഒരു കമ്മീഷനെ ബി ജെ പിയുടെ ഒരു അനുബന്ധ സ്ഥാപനമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇ ഡി എ പോലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നു, ഇൻകം ടാക്സ് അതോറിറ്റി ഉപയോഗിക്കുന്നു, ഇങ്ങനെ പല പോലീസിനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ പലതരത്തിൽ വളരെ മീഡിയയെ ഉപയോഗിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഏജൻസിയെ പോലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ നിലയ്ക്ക് വിലയിരുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 4-ാം തീയതി എണ്ണുമ്പോൾ റിസൾട്ട് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നാം ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ 27 ലക്ഷം വോട്ടർമാരെ പുറത്ത് നിർത്തിക്കൊണ്ട്, അതിനേക്കാൾ അധികമാണ് വോട്ടർമാരുടെ എണ്ണം, അവരെ പുറത്ത് നിർത്തിക്കൊണ്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനകത്ത് നടക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയയല്ല.
അപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 21 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ റിസൾട്ടല്ല യഥാർത്ഥത്തിൽ ആക്ച്വലി സംഭവിച്ചത്. അതെ. എക്സിറ്റ് അന്നത്തെ എക്സിറ്റ് പോൾ റിസൾട്ടുകളിൽ പലതും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നു, BJP ഒറ്റയ്ക്ക് അധികാരം ഒറ്റയ്ക്ക് പിടിക്കുന്നു അധികാരത്തിൽ എന്നൊക്കെ വരും പ്രവചിച്ചിരുന്നു. എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി 215 ഒരു സഖ്യകക്ഷിയായ ഗൂർഖ മോർച്ച ഉൾപ്പെടെ 216 സീറ്റുകളാണ് നേടിയെടുക്കുന്നത്. അതങ്ങനെ തന്നെ ആവർത്തിച്ചോളണമെന്നില്ല എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അങ്ങനെ സാധാരണ നിലയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതായത് എക്സിറ്റ് പ്രക്രിയയിലൂടെ പോളിനെ മറികടന്ന് വിജയിക്കണമെന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ പോലും ഇതിന്റെ അതെ അതിൻ്റെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായി മാറാമെന്നുള്ളൊരു ആശങ്കയാണ് എനിക്കുള്ളത്. കാരണം അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലൂടെ മമതാ ബാനർജിയെ മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും BJPക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ജനാധിപത്യ അട്ടിമറിക്ക്. ഇപ്പോൾ മമതാ ബാനർജി അവിടെ ജയിച്ചാൽ പോലും നേരത്തെ ആർ രാജഗോപാൽ പറഞ്ഞതുപോലെ ഈ ബംഗാളിലെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചന അതിൻ്റെ സമസ്ത മേഖലയിൽ ഇപ്പം വലിയ തോതിൽ അവിടുത്തെ പോലീസ് സേനയെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. കേന്ദ്ര പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് ഒരു തടങ്കൽ പാളയം പോലെ ആ സ്റ്റേറ്റിനെ മാറ്റിക്കൊണ്ടാണ്. അത് നേരത്തെ ആ സ്റ്റേറ്റിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഗവർണറുടെ അധികാരത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. മലയാളിയായ ആനന്ദബോസ് ആയിരുന്നു അവിടെ ഗവർണറായിരുന്നു. അവസാന ഘട്ടത്തിൽ ആനന്ദബോസിനെ മാറ്റി അതെ, തമിഴ്നാട്ടിൽ ആർ എൻ രവി അങ്ങോട്ട് ആർ എൻ രവിയെ അവരുടെ അജ്ഞാനുവർത്തിയായ ആർ എൻ രവിയെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ തരത്തിലും ഉള്ള ഈ പറയുന്ന സന്നാഹങ്ങളോടുകൂടിയാണ് മമതാ ബാനർജിയെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനാണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു ഇതുവരെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പോലെ വിലയിരുത്താവുന്ന ഒന്നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സംവിധാനങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പിൻബലത്തിൽ കേന്ദ്രം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊപ്പം തന്നെ അവിടെയുള്ള BJP വിരുദ്ധ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള അതിനകത്തേക്കാണ് വരുന്നത്. വേറൊരു സംഗതിയാണ്. ഇപ്പം ഹുമയൂൺ കബീർ എന്ന് പറയുന്ന നേരത്തെ കോൺഗ്രസ് ഉണ്ടായിരുന്ന, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന നേതാവിനെ അടർത്തിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആം ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അവര് ഫോം ഉണ്ടാക്കും എന്ന് പറയുന്നു. അതൊരു പോളറൈസേഷനാണ്. രണ്ട് തരത്തിൽ. ഒന്ന്, ഹിന്ദുക്കൾക്കിടയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റും. മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ റാലി ഗ്രൗണ്ട് ചെയ്യും എന്ന ഒരു ധാരണ ഉണ്ടാക്കി. അത് മാത്രമല്ല, അദ്ദേഹം ഒറ്റയ്ക്ക് രൂപീകരിക്കുന്ന ഒരു പാർട്ടി, അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് ഞാൻ 200 സീറ്റോളം മത്സരിക്കും എൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം അത്രയും സീറ്റിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹം വളരെ ടാക്ടിക്കലായിട്ട് മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്നു. ആ മത്സരം ഏതാണ്ട് തൃണമൂലിൻ്റെ ഒരു 10-20 സീറ്റുകളെ വേണമെങ്കിൽ ഹനിക്കാവുന്ന വിധത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ശ്രമങ്ങളും ആ തരത്തിലുണ്ടായി. ഹുമയൂൺ കബീറിന്റെ പാർട്ടിയുമായി ഉവൈസി സഖ്യം ചേരാൻ തീരുമാനിച്ചു. ഒടുവിൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഈ വിവരം, ഈ 1000 കോടി ഓഫർ ചെയ്യപ്പെട്ടു, അതിൽ 200 കോടി ഞാൻ വാങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞത് പുറത്തു വന്നതിന് ശേഷം ഒവൈസിക്ക് പിന്മാറേണ്ടി വരുന്നു. അദ്ദേഹം 13 സീറ്റിലെ മറ്റാണ് ഒവൈസി മത്സരിക്കുന്നുള്ളൂ. അതേസമയം കോൺഗ്രസ് ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കുന്നു. CPM സഖ്യവും ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബംഗാളിനെ നിലനിർത്തുക, ബംഗാളിൻ്റെ ഒരു സെക്യുലർ സ്വഭാവം നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം മമതയുടെ മാത്രമായി തീർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ 4% താഴെ വോട്ടോ അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഒക്കെ വോട്ട്. വളരെ കുറഞ്ഞ വോട്ട് കോൺഗ്രസിനാകട്ടെ അവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുകയും മറ്റിടത്ത് BJP വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ആവാതെ സൂക്ഷിക്കാം എന്ന ഒരു മിനിമം മര്യാദ പോലും യഥാർത്ഥത്തിൽ ബംഗാളിൽ നടപ്പായില്ല. അവിടെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇതേ ആർഗ്യുമെന്റ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് ലെഫ്റ്റും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. ലെഫ്റ്റും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നതിലൂടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് വലിയൊരു വിഹിതം ലെഫ്റ്റ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരികയും തൃണമൂൽ ദുർബലമാവുകയും ചെയ്യും എന്നുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഭരണത്തിനെതിരായ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് 216 സീറ്റിൽ തൃണമൂൽ സഖ്യം വിജയിച്ചു, 215 സീറ്റിൽ തൃണമൂൽ ഒറ്റയ്ക്കും, 1 സീറ്റിൽ ഗൂർഖ മോർച്ചയും വിജയിച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും കോൺഗ്രസും കൂടെ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ പോലും തൃണമൂലിന് കിട്ടേണ്ട വോട്ടുകളെ അത് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ ലെഫ്റ്റും കോൺഗ്രസും സെപ്പറേറ്റ് മത്സരിക്കുമ്പോഴും തൃണമൂലിനെതിരായ വികാരം ഉണ്ടാകുമ്പോൾ ഉള്ള വോട്ടുകളുണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് BJPയിലേക്ക് പോവുക എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടല്ലോ. ആ സാധ്യതയും കൂടെ നമ്മൾ കാണാം. പക്ഷേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള പലരും അനലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 2021 ഒരു സാഹചര്യമല്ല 2026 പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നത്.
നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ വലിയൊരു അട്ടിമറി ശ്രമം എത്രയോ കാലമായി അവിടെ നടക്കുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല ലെഫ്റ്റും കോൺഗ്രസും TMCയും ആത്യന്തികമായ അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കളാരായ ഇന്ത്യയിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിലെടുത്താൽ അത് BJP ആണ് അവർ പറയുന്നത്. BJPക്കെതിരെയാണ് ഇവർ നിരന്തരം സമരം ചെയ്യുന്നത്. ഈ ഫാസിസത്തെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം. അങ്ങനെ ദേശീയ തലത്തിലൊരു സഖ്യത്തിന്റെ ദേശീയ തലത്തിലൊരു ഭാഗമാണ്. സഖ്യത്തിൻ്റെ ഭാഗമാണ് അത്. പക്ഷേ സ്റ്റേറ്റുകളിൽ വരുമ്പോൾ പരസ്പരം മത്സരിക്കുകയൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിക്കാം, അതിൽ തകരാറില്ല. പക്ഷേ അങ്ങനെ മത്സരിക്കുമ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ ഇതിനെ വീക്കൻ ചെയ്യാതിരിക്കാൻ, BJPക്കെതിരായ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫോഴ്സിനെ വീക്കൻ ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും അവർ നടത്തേണ്ടതായിരിക്കും. ഏതാണ്ട് 294 സീറ്റുകളിലും 293 സീറ്റുകളിലുമായി ഈ കോൺഗ്രസും ലെഫ്റ്റ് അലയൻസും മത്സരിക്കുന്നുണ്ട്. അത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിനെ അട്ടിമറിക്കാനുള്ള ജനാധിപത്യത്തിന് ബാഹ്യമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ട ഈ ബംഗാളിലെ രാഷ്ട്രീയത്തിന് ഒരു ഫേസസ് ആയിട്ടാണ് അതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്. അതെ ആദ്യം കോൺഗ്രസ് ഏറെക്കാലം കോൺഗ്രസ്, അതിനുശേഷം 36 വർഷം, ഏതാണ്ട് 40 വർഷത്തോളം ഇടതുപക്ഷവും ഇടതുപക്ഷ കൂട്ടുമുന്നണികളും, പിന്നീട് അതിനുശേഷം 15 വർഷം തൃണമൂൽ. ഇതിൽ BJPയുടെ ഒരു വളർച്ച നമ്മളെടുത്താൽ 2011 ഏതാണ്ട് 4% വോട്ട്, 2016 10%-ന് തൊട്ട് മേലെ വോട്ട്, 2021 38% വോട്ട്. ഈ ഫേസസ് ആയി ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ BJP ഇതിനെ പിടിക്കാനുള്ള ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഈ ഘട്ടത്തിൽ കുറെ കൂടി BJP വിരുദ്ധ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാതെ നോക്കുക എന്ന ദേശീയ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അവിടെ പ്രധാനപ്പെട്ട 2 പാർട്ടികളും എടുത്തില്ല എന്ന് തന്നെയാണ്. അവർക്ക് വിജയസാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും മറ്റിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുകയും അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 2 പാർട്ടികളെയും ഒരു തരത്തിലും അക്കോമഡേറ്റ് ചെയ്യുന്നൊരു സമീപനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല. അത് കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പരിധിവരെ കോൺഗ്രസിനെ മാത്രമാണ് തൃണമൂൽ പിന്നെയും അക്കോമഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള പ്രതികാരം തെരഞ്ഞെടുപ്പിലൂടെ വീട്ടേണ്ട സമയമല്ലല്ലോ. അത് മാത്രമല്ല, അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം 2.9% വോട്ടാണ് കോൺഗ്രസിനുള്ളത്. മറ്റെല്ലാവർക്കും കൂടി 6% വോട്ട്, 4.7% വോട്ടാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത്. നമുക്കതിന് വേറൊരു രീതിയിൽ കാണാം. മൊത്തം 10%-ൽ താഴെ വോട്ട് മാത്രമേ ഈ വിധത്തിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന തരം വോട്ടുകൾ അവിടെ ഉള്ളൂ. അതിനെപ്പോലും മറികടക്കാൻ തനിക്ക് പറ്റും എന്ന ആത്മവിശ്വാസം കൊണ്ടുകൂടിയാകണം ഒരു പക്ഷേ ഈ തരത്തിൽ TMC ആണ് BJPക്കെതിരെ നിൽക്കുന്നത് എന്ന അക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പും വെള്ളം ചേർക്കലുമില്ല എന്ന പൊസിഷൻ എടുക്കുമ്പോൾ തങ്ങൾക്ക് വോട്ട് വരും എന്ന 2021 വിജയിച്ചൊരു മാതൃകയായിരിക്കാം ഒരു പക്ഷേ മമതാ ബാനർജി 2021 വിജയിക്കുമ്പോൾ ഈ പറയുന്ന ആന്റി BJP എന്നുള്ളത് മാത്രമായിരുന്നില്ല മമതയുടെ ഒരു തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ബംഗാളിയുടെ അന്തസ് എന്ന് പറയുന്ന ഒരു സംഗതി മമതാ ബാനർജി ബംഗാളി സ്വാഭിമാനം എന്നുള്ളൊരു സംഗതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നടത്തിയ ക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട്. അതിൻ്റെയൊക്കെ ഗുണം ഒരുപക്ഷെ ഇത്തവണയും കിട്ടും എന്ന് മമതാ ബാനർജി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ അവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ് ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും അത് തെരുവിലേക്ക് വലിയ പ്രക്ഷോഭമായിട്ട് മാറുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. മമതയുടെ നേതൃത്വത്തിൽ തന്നെ അത് തെരുവിൽ വലിയ പ്രക്ഷോഭമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഒരുപക്ഷെ ആ ഇമോഷനെ വലിയ തോതിൽ യൂട്ടിലൈസ് ചെയ്യാം ഇലക്ഷനിൽ എന്ന് മമതാ ബാനർജി വിചാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫലം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരൊറ്റയ്ക്ക് ഇവിടെ 2 എക്സിറ്റ് പോൾ ഏജൻസികൾ ജനങ്ങളിൽ നിന്ന് പ്രതികരണം കിട്ടുന്നില്ല, പ്രതികരിക്കാൻ സമീപിച്ച 70% ആളുകൾ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ അവിടെ വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൂടി വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മുന്നിലുള്ള എക്സിറ്റ് പോൾ ഡാറ്റയെ വെച്ചാണ് ഇത്രയും അനലൈസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ലാർജർ ഗെയിമിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതുമാകാം. അങ്ങനെയാണ് എനിക്ക് കുറെ കൂടി തോന്നുന്നത്. അതായത് മമതാ ബാനർജി ഈ ഒരു ഘട്ടത്തെയും ഇത്തവണ കൂടി മറികടക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ല. ഈ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയെ ബംഗാൾ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല BJP നോക്കുന്നത്, മറിച്ച് പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്ന ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ, രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള MP-മാർ
നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും വലിയ പാർലമെന്റിനുള്ളിൽ ചലഞ്ച് വലിയ challenge അവരാ. പ്രത്യേകിച്ച് ഏറ്റവും അവിടുന്നുള്ള വലിയ സ്ത്രീ challenge. എംപിമാർ. അതെ, പ്രത്യേകിച്ച് സ്ത്രീ മമതയെ പോലെ ഒരു 10 സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർലമെന്റിലും രാജ്യസഭയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഹുവ ഇവരുടെ മൈത്ര പോലുള്ള ആൾ, മഹുവ മൈത്രയെ പോലെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഡെറിക് ഒബ്രയനെ പോലെ ഡെറക് ഒബ്രായനെ പോലുള്ള ആളുകൾ, സാഗരിക ഘോഷ്, അങ്ങനെ ഒരുപാട് സഹരിയ ഘോഷ്, ഇങ്ങനെ വലിയ തോതിൽ അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. പാർലമെന്റിനകത്ത് നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ചട്ടപ്പടി സമരത്തിന് അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് അവരാ നടത്തുന്നത്. ബംഗാൾ പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് സൃഷ്ടിക്കുന്ന ഒരു വലിയ തലവേദനയെ കൂടി മറികടക്കുക എന്നുള്ളത് നരേന്ദ്രമോദിക്കുമുണ്ട്, അമിത്ഷായ്ക്കും ഉണ്ട്. ഒപ്പം ബംഗാൾ പിടിച്ചെടുക്കുക എന്നുള്ള RSSൻ്റെയും BJPയുടെയും താല്പര്യം. അതായത് ബംഗാൾ മാത്രമല്ല, അസം പിടിച്ചു, ഇനി നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിടിക്കുക. ഈ പറയുന്ന പോലെ അതിർത്തി എന്ന് പറയുന്ന ഇതിൽ ഞങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവനായി തടഞ്ഞു നിർത്തി എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുക. അങ്ങനെയൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഇതോടെ ഈ ഒരു പദ്ധതി വിജയിക്കുകയാണെങ്കിൽ, നേരത്തെ രാജഗോപാൽ പറഞ്ഞതുപോലെ, ഇത് ഇന്ത്യ മുഴുവൻ, കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലും ഇവർക്ക് നടപ്പാക്കാൻ കഴിയും. അവർക്ക് വിജയസാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് അവരുടെ ഈ ഓപ്പറേഷൻ്റെ രീതി വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ പർച്ചേസ് ചെയ്യുന്നതിനപ്പുറം കുറെ കൂടെ സംവിധാനങ്ങളെ മുഴുവൻ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതെ, എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ദുർബലമാക്കി ഭരണം പിടിക്കുക എന്ന് പറയുന്നൊരു പണി ബംഗാൾ മാതൃകയാക്കിക്കൊണ്ട്, നേരത്തെ ഗുജറാത്ത് മാതൃകയാണെങ്കിൽ ഇനി ബംഗാൾ മാതൃകയാവും എന്നുള്ള ഏകദേശം 35% മുസ്ലിങ്ങളെയാണ് ഈ SIR എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ. 27% മുസ്ലിം പോപ്പുലേഷൻ. അതിലാണ്ട് 35% ആളുകളെ പുറത്താക്കി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ തൃണമൂലിന് കിട്ടേണ്ട വോട്ടുകൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും മത്വ എന്ന് പറയുന്ന നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ദലിത് വിഭാഗത്തെ അവരാണ് പിന്നീട് പുറത്തേക്ക് പോയത്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന, നരേന്ദ്രമോദി അവിടെ പോയി നടത്തിയ ക്യാമ്പയിനിൽ കൊടുത്തിരിക്കുന്ന ഓഫർ, നിങ്ങൾക്ക് ഞങ്ങൾ പൗരത്വം തരും എന്നുള്ള ഓഫറാണ്. യഥാർത്ഥത്തിൽ പൗരത്വത്തിൽ നിന്ന് മനുഷ്യരെ പുറത്താക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റായ ഒരാൾ, കൽക്കത്തയിൽ നിരവധി വർഷങ്ങളായി അവിടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും അയാളുടെ പൗരത്വം നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയാണ് അവൻ ബംഗാളിലെ ഒരു ഇന്ത്യൻ പൗരനായി തുടരാൻ കഴിയുക എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പും കൂടെ ഉയർത്തിയിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ 2021 ഇതേപോലെ എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വന്നിരുന്നു. എക്സിറ്റ് പോളുകൾ പലതും BJPയുടെ വിജയം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ വീണ്ടും എക്സിറ്റ് പോളുകൾ BJPയുടെ വിജയം പ്രഖ്യാപിക്കുന്നു. ഒരു സർവേയെങ്കിലും പശ്ചിമ ബംഗാളിൽ BJP തരംഗമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിന് അടിസ്ഥാനമാകുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടൂളാക്കിക്കൊണ്ട് നടത്തിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചതിൻ്റെ ഫലമായിരിക്കുമോ മെയ് 4 വരിക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.